ഒരു 3 കിലോ വാട്ടിന്റെ ഇൻവെർട്ടറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതോടൊപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് ഈസ്റ്റ്മാന്റെ ലിഥിയം ബാറ്ററിയാണ്. 24 വോൾട്ടിന്റെ ലിഥിയം ബാറ്ററിയാണ് ഈ വെച്ചിരിക്കുന്നത്. ഈ ഒരു ബാറ്ററിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ ഇനി അടുത്ത ബാറ്ററി കൂടെ കണക്ട് ചെയ്യാം. അതായത് പാരലൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു ലിഥിയം ബാറ്ററിയാണ് ഇത് കണ്ടോ. അപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒറ്റ ബാറ്ററിയാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ബാറ്ററി കൂടെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഹായ് സുഹൃത്തുക്കളെ, ഈ ഒരു സൈറ്റ് വരുന്ന കരുനാഗപ്പള്ളി സിറ്റിക്ക് അടുത്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു 3 കിലോ വാട്ടിന്റെ ഇൻവെർട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 630 വാട്ട്സിന്റെ ഗൗതമിന്റെ ടോപ്കോൺ ടെക്നോളജി ഉള്ള പാനലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ സൈറ്റിലും നമ്മൾ എടുക്കുന്ന കണക്ക് അപ്പോളോയുടെ 16 ഗേജുള്ള സ്ക്വയർ ട്യൂബാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. 60x40 1.40 mm ആണ് അതിന്റെ തിക്നെസ് വരുന്നത്. അതായത് 16 ഗേജാണ് ഇതിന്റെ കനം വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല എല്ലാ സൈറ്റിലും നമ്മൾ ഈ ഒരു ക്വാളിറ്റി തന്നെയാണ് സ്ട്രക്ചർ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു സൈറ്റിലും നമ്മളിവിടെ നൗഫലും ഉണ്ട്, നമ്മുടെ മഹേഷും ഉണ്ട്. സ്ട്രക്ചർ വർക്കിനും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഹോളും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോളൊക്കെ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടുള്ള പൊടികളൊക്കെ നമ്മൾ ഊതി ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു ബിൽഡിംഗ് ബോണ്ടേഴ്സിന്റെ ആ ഒരു പശ ഉപയോഗിച്ചിട്ടാണ് ഈ ഹോളിലേക്ക് ഫില്ല് ചെയ്യുന്നത്. കാരണം ഒരു കാരണവശാലും നമ്മുടെ റൂഫിന് ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ഒരു പേടിയാണ് ഈ റൂഫിലൊക്കെ ഹോൾ അടിക്കുമ്പം മഴ പെയ്യുമ്പോൾ വെള്ളമൊക്കെ കാലിക്കുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബിൽഡേഴ്സ് ബോർഡിന്റെ ഇതിന്റെ കൺസ്ട്രക്ഷൻ്റെ അഡ്ഹസീവ് ആണ്. ഈ ഒരു മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ചിട്ട് ഇത് കട്ട് ചെയ്ത് ഈ ഹോളിലേക്ക് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ആങ്കർ ബോൾട്ട് നമ്മൾ പർപ്പസ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഇതിനകത്ത് വെള്ളം ഇറങ്ങത്തില്ല. അപ്പോൾ അത്ര നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഉറപ്പോടെ ചെയ്യാൻ വേണ്ടിയാണ് ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇനി ആങ്കർ ബോൾട്ടും കൂടി ഇതിനകത്തേക്ക് നമ്മൾ അടിച്ചിറക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഹോളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അടയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് പുറത്തായിട്ട് കവിട്ടി വരികയും ചെയ്യും. അപ്പം നമ്മുടെ ആ ഒരു പ്ലേറ്റിന് അടിയിലായിട്ട് നല്ല സീൽഡ് ആയിട്ട് അവിടെ നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സൈറ്റിലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് പ്ലേറ്റ് ഇട്ടിട്ട് നമ്മൾ അത്യാവശ്യം നല്ല ടൈറ്റിംഗ് ആണ് കേട്ടോ. മെഷീൻ ഉപയോഗിച്ചിട്ട് ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് നല്ല പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ വർക്ക് 2 പാനലിന് വേണ്ടിയാണ് നമ്മൾ സ്ട്രക്ചർ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചർ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു ഫ്ലെക്സും കാര്യങ്ങളൊക്കെ തട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ പൊടികളും കാര്യങ്ങളൊക്കെ എല്ലാം ഊതി കളയുകയാണ്. അപ്പോൾ അവിടെ കിടക്കുന്ന ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം ഈ ഒരു സ്ക്വയർ ട്യൂബ് നമ്മൾ തുടച്ച് വൃത്തിയാക്കുകയാണ്. തുടച്ച് വൃത്തിയാക്കി പൊടിയെല്ലാം പോയതിന് ശേഷം നമ്മൾ അടിക്കുന്നത് പറഞ്ഞാൽ എപ്പോക്സിയാണ്. അതും സൂപ്പർ എപ്പോക്സിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കാലം ലാസ്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും ഒരു വൃത്തിയായിട്ടും അത്രയും ഒരു തിക്നെസ് ഉള്ള ഒരു സ്ക്വയർ ട്യൂബ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതും അതേ രീതിയിൽ ചെയ്യുന്നതും. ഇവിടെ നമ്മൾ സ്ക്വയർ ട്യൂബിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഓയിൽ മയമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ തുണി കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ എടുത്തിരിക്കുന്നുണ്ട് സൂപ്പർ എപ്പോക്സി. പഴയ നമ്മുടെ ആ ഒരു എപ്പോക്സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവാണ്. പക്ഷേ ഈ ഒരു സൂപ്പർ എപ്പോക്സിക്ക് ഒരല്പം റേറ്റ് കൂടുതലാണ്. കാരണം ഒരു 700 ചില്ലാനം രൂപയാണ് ഈ ഒരു ബോട്ടിലിന് വില വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു വേറൊരു പെയിന്റ് അടിച്ച് വൃത്തിയാക്കേണ്ട, ബ്ലാക്ക് തന്നെ ആയിരിക്കും. അതൊരു വൃത്തിയായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ പെയിന്റ് ചെയ്യാം. 2 കോട്ടൊക്കെ അടിച്ചാൽ അടിപൊളിയായിട്ട് കിടക്കും. നമ്മൾ ആദ്യം ഒരു കോട്ട് ചെയ്തതിന് ശേഷം പിന്നീട് നോക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 കോട്ടിന് ആ ഒരു ഉദ്ദേശമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. കാരണം കുറേ ലാസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ പെയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ലവണ്ണം വൃത്തിയായിട്ട് പെയിന്റ് ചെയ്തിട്ട് നമ്മുടെ പാനൽ താഴെ ഇരിക്കുകയാണ് 2 പാനൽ. അപ്പോൾ 2 നിലയാണ് ഈ ഒരു വീട്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഈ ഒരു പാനൽ 2 കയറ്റിക്കൊണ്ട് വരണം. അപ്പോൾ ഈ എപ്പോക്സി ഒക്കെ അടിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ആ പാനൽ കയറ്റാൻ പോവുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ അത് കയറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ എപ്പോക്സി ഒക്കെ നല്ലോണം ഡ്രൈ ആവും. ഒരു 10 മിനിറ്റ് അല്ല 15 മിനിറ്റ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ പാനൽസ് നമ്മൾ 1 ബൈ 1 കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടോപ്കോൺ ടെക്നോളജിയുള്ള ഗൗതമിന്റെ 630 വാട്ട്സിന്റെ G2G ആണ്. ഗ്ലാസ് ടു ഗ്ലാസ് ആണ് കേട്ടോ. 2 സൈഡും ഗ്ലാസ് ആണ് വരുന്നത്. 630 വാട്ട്സ് ആണ് ഇതിന്റെ പ്രൊഡക്ഷൻസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാനൽ തന്നെയാണ്. ഇത് കണ്ട 2 പാനൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ആവശ്യമായ അതായത് ഒരു 5 അല്ലെ 6 യൂണിറ്റ് വരെയൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് പ്രൊഡക്ഷൻസ് നമുക്ക് ഡെയിലി പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചായിരിക്കും നമുക്ക് ആ പ്രൊഡക്ഷൻസ് കാണിക്കുന്നത്. അപ്പം പകലുള്ള ഉപയോഗങ്ങൾ അത്യാവശ്യം ഒരു 3 kV വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള ഉപയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇപ്പം 630ന്റെ 2 പാനലാകുമ്പോൾ തന്നെ നമുക്ക് 1200 സംതിങ് വാട്ട്സ് പാനൽ കപ്പാസിറ്റി വന്നു. അപ്പം ഒരു വെയിൽ കുറവുണ്ടെങ്കിൽ തന്നെ ഒരു 1000 വാട്ട്സ് അല്ലെ 900 വാട്ട്സ് ആയിരിക്കും നമുക്ക് എപ്പോഴും കണ്ടിന്യൂഷൻ ആയിട്ട് ചിലപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്കൊരു 4-5 യൂണിറ്റ് ഡെയിലി പ്രൊഡക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ UTL സോളാറിന്റെ ഗാമ പ്ലസിന്റെ ഒരു PSU. അതായത് ഒരു 3000 VA കപ്പാസിറ്റി ഉള്ള ഒരു സോളാർ PSU.
ഇൻബിൽട്ട് 6 MPPT ആണ് ഇതിന്റെ ടെക്നോളജി വരുന്നത്. ഇതിന്റെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞാൽ GPP 3400 എന്നാണ്. അത്യാവശ്യം നമുക്കൊരു വീട്ടിലേക്കുള്ള ലോഡുകളൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം കേട്ടോ. 2400 വാട്ട്സ് ആണ് ഇതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻബിൽട്ട് MPPT ഉള്ളത് കൊണ്ട് നമുക്ക് 106 VOCയിലുള്ള ആ ഒരു പാനൽ കപ്പാസിറ്റി നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. 3000 വാട്ട്സോളം നമുക്ക് പാനൽ കൊടുക്കാവുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോഴത്തെ അപ്ഡേഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 4 പാനൽസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് 2 പാരലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ലോഡുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ആ ഒരു PSU പാക്കിംഗ് എന്ന് പറഞ്ഞാൽ പാക്കിംഗ് പൊട്ടിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്നത് പറഞ്ഞാൽ ഈ ഒരു മോഡലിനകത്ത് നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി വേണമെങ്കിലും കണക്ട് ചെയ്യാം, ലിഥിയം ബാറ്ററി വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒരു കേബിൾ നമുക്ക് അതിൻ്റെ കൂടെ തരുന്നത്. അതുപോലെ തന്നെ ഒരു 3-4 ഫ്യൂസ് നമുക്ക് കമ്പനി അതിൻ്റെ കൂടെ തരുന്നുണ്ട്. ഇൻ കേസ് കംപ്ലൈന്റ് വരുവാണെന്നുണ്ടെങ്കിൽ സർവീസ് റെക്കഗ്നേഷൻ അത് മാറി കൊടുക്കാൻ വേണ്ടിയാണ് ഫ്യൂസ്. അപ്പോൾ അതോടൊപ്പം നമ്മൾ കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഈസ്റ്റ്മാൻ്റെ 24 വോൾട്ട് കാറ്റഗറിയിലുള്ള 100 AH കപ്പാസിറ്റിയുള്ള ഒരു ലിഥിയം ബാറ്ററിയാണ്. ഈ ഒരു ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാരലൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു ലിഥിയം ബാറ്ററിയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കസ്റ്റമറിന് ഒരു ബാറ്ററിയും കൂടെ, അതായത് 2.5 യൂണിറ്റ് സ്റ്റോറേജ് ആണ് നമ്മുടെ ഈ ഒരു പാക്കറ്റിന് വരുന്നത്. അപ്പോൾ ഇനി ഒരു സ്റ്റോറേജും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ബാറ്ററി ഇതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. അതാണ് ഈ ഒരു ബാറ്ററിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ സിംഗിൾ ബാറ്ററിയാണ്, പാരലൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത 24 വോൾട്ട് ബാറ്ററിയാണ് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് എത്തിയിരിക്കുന്ന പറഞ്ഞാൽ ഈസ്റ്റ്മാൻ സോളാറിന്റെ പാരലൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള ബാറ്ററിയാണ്. മറ്റേ ബാറ്ററിയെക്കാട്ടി അല്പം വിലയും കൂടുതലുണ്ട്. എന്നാൽ നമുക്ക് അടുത്ത ബാറ്ററി, അതായത് ബാക്കപ്പ് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് 2.5 യൂണിറ്റ് ആണ്, ഇനി നമുക്ക് 2.5 യൂണിറ്റോട് കൂട്ടണമെന്നുണ്ടെങ്കിൽ നടക്കും. അപ്പോൾ ഈ പാക്കറ്റിനോടൊപ്പം നമുക്ക് കമ്മ്യൂണിക്കേഷനുള്ള ആ ഒരു കേബിളുകൾ കമ്പനി തരുന്നുണ്ട്. അതുപോലെ തന്നെ വാനിൽ തൂക്കിയിടാനുള്ള ഹാങ് ചെയ്യാനുള്ള ഒരു ക്ലാമ്പ് 2 ഉണ്ട്, അതിനുള്ള നട്ട് ബോൾട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള കേബിളും ഇതിനകത്ത് 2 ലെഗും ഇതോടൊപ്പം തന്നെ കമ്പനി തരുന്നുണ്ട്. ഇത് കണ്ടോ, കേബിൾ കണ്ടോ, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കേബിളാണ്. ആവശ്യമെങ്കിൽ നമുക്ക് ഈ ബാറ്ററി കേബിൾ എവിടെയെങ്കിലും കണക്ട് ചെയ്യാം. അതല്ല പാരലായിട്ട് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ബാറ്ററി ആ ഒരു കേബിളും ബാറ്ററിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് കേബിൾ തരുന്നത്. അപ്പോൾ ഇതാണ് ആ പാക്കറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ പോർട്ടുകളൊക്കെ എല്ലാ ടൈപ്പ് പോർട്ടുകളും ചെയ്തിട്ടുണ്ട്. ഇതിനടിയിൽ കാണിച്ചിട്ടുണ്ട് ഇൻഡിക്കേറ്റർ, മറ്റു കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള സെറ്റിങ്സും കാര്യങ്ങളും ഉണ്ട്. ബാറ്ററിയുടെ 2 പോസിറ്റീവ് ഉണ്ട്, 2 നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പാരലൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓൺ ഓഫ് സ്വിച്ച് ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് ഇത്രയും നാൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ലിഥിയം ബാറ്ററിയൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈസ്റ്റ്മാൻ്റെ ഈ ഒരു മോഡൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഈസ്റ്റ്മാൻ്റെ വാളിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനിതൊന്ന് ബാറ്ററി ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ഓണാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തത്. നോക്കിക്കോണം, ഇത് കണ്ടോ, ബാറ്ററി ഞാൻ ഇൻവെർട്ടറിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. സോളാർ പാനലിൻ്റെ വയർ കൊടുക്കാതെ തന്നെ നമ്മുടെ ആ ഒരു ബാറ്ററിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ഇത് കണ്ടോ, സ്വിച്ച് അടിയിലാണ്. അത് ഓൺ ആക്കുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേയിൽ വരുന്ന ആ ഒരു മാറ്റം ഇത് കണ്ടോ. 50% കമ്പനി ചാർജ് ചെയ്ത് വിട്ടിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര വോൾട്ടേജ് ബാക്കി ഉണ്ട്, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, പാരലൽ കമ്മ്യൂണിക്കേഷൻ്റെ പാരലൽ ഓൺ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസിലൊക്കെ ഇത് ഒരു അല്പസമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ സൈലന്റ് ആയി പോകും. ഡബിൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസ്റ്റ്മാൻ്റെ 25.6 വോൾട്ടിന്റെ ലിഥിയം ബാറ്ററി. 100 AH ആണ് കപ്പാസിറ്റി വരുന്നത്. ഇനി നമ്മുടെ ആ ഇൻവെർട്ടറിന്റെ ഫ്രണ്ടിലെ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ആ ഒരു മാറ്റം കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ ഡിസ്പ്ലേയിൽ കാണിച്ച അതേ മെഷർമെന്റ് ആണോ നമ്മുടെ ഈ ഒരു ഇൻവെർട്ടർ ജസ്റ്റ് ഞാനിത് ഓൺ ആക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഓൺ ആക്കിയിട്ടില്ല. ഇത് കണ്ട, ഇതിന്റെ ആ ഒരു റെഡ് ബട്ടണാണ് നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. നമുക്കത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുമ്പോൾ അവിടെ ആ പച്ച ഇൻഡിക്കേറ്റർ കത്തിക്കും. ഇപ്പോൾ ഇത് കണ്ടോ, ഡിസ്പ്ലേയിൽ നമുക്ക് ലോഡും കാര്യങ്ങളൊന്നുമില്ല. SPB വോൾട്ടേജ് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. ഇത് കണ്ടോ, KWH 00 ആണ്. കാരണം നമുക്ക് പ്രവർത്തനം ഇപ്പം തുടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ബാക്കിയുള്ള ആബ്സെന്റ് ആണ് അതിനകത്ത് കാര്യങ്ങൾ കാണിക്കുന്നത്. ഗ്രിഡ് ചാർജിങ് ഏറ്റവും അടിയിലെ ബട്ടണാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. 3 പ്രാവശ്യം നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രിഡ് ഓഫ് ആവും. അങ്ങനെ പച്ച ലൈറ്റ് കത്തി ചെയ്യുന്ന ഗ്രിഡ് ചാർജിങ് ഓഫ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇത് കണ്ടോ, ലാസ്റ്റ് ഫൈനലിൽ നമ്മളിതെല്ലാം കണക്ഷൻ കൊടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മുടെ ബാറ്ററിയുടെ അടിവശത്തൊക്കെ ഇത് കണ്ടോ, ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ പോർട്ടുകളും കാര്യങ്ങളും ഇപ്പം നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. കാരണം അടുത്ത ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോർട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ തന്നെ ഉണ്ട്. ബാറ്ററിയുടെ ഓരോ ടെർമിനലിൽ ഇനി ബാലൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അടുത്ത ബാറ്ററി കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ടെർമിനൽ നമുക്ക് എടുക്കാം. പവർ റീസെറ്റ് ബട്ടൺ ഉണ്ട്, പിന്നെ റൺ അലാറം, ബാറ്ററിയുടെ ചാർജിനനുസരിച്ചുള്ള ആ ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇതാണ് 24 വോൾട്ടിന്റെ പാരലൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള ഈസ്റ്റ്മാന്റെ 100 AH ബാറ്ററിയാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ചാർജിങ് ആംബിയർ, ഇതിന്റെ AH, അപ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ തന്നെ കാണുവാനായിട്ടും സാധിക്കും. പിന്നെ ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് QR കോഡുകളും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിന്റെ മാനുവലും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ കമ്പനി ഇതിന്റെ മുകളിൽ ഒരു QR ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവൽ നമുക്ക് ലഭിക്കുന്നതാണ്. വായിച്ചു നോക്കാനോ ഒക്കെ യൂസർ മാനുവൽ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം കമ്പനികളൊന്നും യൂസർ മാനുവൽ വളരെയധികം കമ്പനികളും കൊടുക്കുന്നില്ല. ഇപ്പൊ ഇതുപോലെ തന്നെ ഓൺലൈനായിട്ട് തന്നെ നമ്മൾ നോക്കുവാണ് പതിവ്. ഏതാണ്ട് ബാറ്ററി നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ, ഭിത്തിയിൽ തൂക്കിയിടാം കേട്ടോ. തറയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഭിത്തിയിലാണ് ഇത് തൂക്കിയിടുന്നത്. അപ്പം നമ്മളതിന്റെ കേബിളും കാര്യങ്ങളും ഒക്കെ ഏകദേശം എല്ലാം ഫൈനലി കൊടുത്തു കഴിഞ്ഞു. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ആ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ ലിഥിയം ബാറ്ററിയുടെ ഓപ്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന വയറും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. KSEBയുടെ വൈദ്യുതിക്ക് വേണ്ടി നമ്മൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അല്പം വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരു സിസ്റ്റം കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഓഫ് ഗ്രിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.